ഇൻക്ലാബ് 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 വന്ദേ വന്ദേ വന്ദേ. ബഹുമാനായ തിരുവനന്തപുരത്തിന്റെ MP ഡോക്ടർ ശശി തരൂർ, പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അരുൺ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികൾ, ഇതൊരു കാലത്തിന്റെ കാവ്യനീതിയാണ്. ഒരുപാടൊന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഈ സംസാരത്തെക്കാളുള്ള പ്രാധാന്യം നമ്മുടെ തെരുവിലേക്ക് ഇറങ്ങുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഓഗസ്റ്റ് 14-ാം തീയതി 1947 അർദ്ധരാത്രിയില് ചെങ്കോട്ടയിൽ സ്വാതന്ത്ര്യത്തിന്റെ പതാക ഉയർന്നു. അന്ന് ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിച്ച് മുടിച്ച് ഈ രാജ്യത്തെ വിഭജിച്ച് ഒന്നുമില്ലാതെ തീർത്ത ഒരു സ്വാതന്ത്ര്യ സമരം. അന്ന് മുൻപിൽ നിന്ന് നയിച്ചത് കൃഷകാത്തമായ ഒരു മനുഷ്യനായി. ആ മനുഷ്യനെ ചരിത്രത്തിൽ നിന്ന് വെട്ടിമാറ്റി അദ്ദേഹത്തെ ഒറ്റിക്കൊടുത്തവർ രാജ്യം ഭരിച്ച് ആ ഭരണത്തിന്റെ ഭാഗമായിട്ടുള്ള രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പതാക ജൂൺ മാസം 4-ാം തീയതി ഇന്ത്യ ഒട്ടാകെ വീശാൻ പോവുകയാണ്. ഇന്ത്യ ഒട്ടാകെ ജൂൺ 4-ാം തീയതി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പതാക ഇന്ത്യ ഒട്ടാകെ വീശാൻ പോവുക. സംശയമില്ല. വാരണാസിയിൽ നരേന്ദ്രമോദി തോക്കാൻ പോവാ. സംശയമുണ്ടോ? സംശയമുണ്ടോ? നരേന്ദ്രമോദി വാരണാസിയിൽ തോക്കാൻ പോവാ. ഹിറ്റ്ലർ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹത്തെ ചിലർ വലിയ ധീരനായി ചിത്രീകരിക്കുകയാണ്. ഹിറ്റ്ലർ ബംഗറിൽ കൂടുതൽ മൊത്തം ഒറ്റി ബംഗറിൽ അവസാനം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഭീരുവായി ഹിറ്റ്ലർ കയറി. അവസാനം അദ്ദേഹത്തെ പറ്റി ഹാൻസ് ഹാറ്റൻബർഗ് എന്ന് പറയുന്ന ഗൺമാൻ എഴുതിയത്, തലയിൽ വെടിയുയർത്ത് മരിക്കുന്നതിന് മുമ്പ് അത്രയും നാളും കൂടെ നടന്ന അദ്ദേഹത്തിന്റെ വളർത്തുനായുടെ വായ്ക്കകത്തേക്ക് തോക്ക് തിരികെ തലച്ചോറ് ചിരിച്ചു എന്ന് പറയും. കാരണം മതിഭ്രമം, ചിത്തഭ്രമമായി പോയി. അധികാരം പോയതിനു ശേഷം എന്ത് ചെയ്യും, എന്ത് നെറിയെടുക്കും. ഇന്ത്യ സഖ്യം ഉണ്ടാക്കി. ഞാൻ പറയുന്നത്, സ്വാതന്ത്ര്യാനന്തര ശേഷം ഇന്ത്യയിൽ നരേന്ദ്രമോദി ഭരിച്ച് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ പൈതൃകവും പാരമ്പര്യവും നശിപ്പിച്ചപ്പോ ചരിത്രത്തിൽ, ഇന്ത്യ ചരിത്രം പരിശോധിച്ചാൽ ഇത്രമാത്രം ജനാധിപത്യ കക്ഷികൾ, ജനാധിപത്യ മതേതര കക്ഷികൾ ഒറ്റക്കെട്ടായി ഒരുമയോടെ ഇന്നത്തെ ചരിത്രം ഉണ്ടായിട്ടുള്ളൂ. അതിന് അരവിന്ദ് കേജ്രിവാൾ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയാനുള്ള, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച രണ്ടാമത്തെ കുശകാത്തമായ മനുഷ്യൻ. ഇവരും പറയുന്ന 52 ഇഞ്ചിന്റെ അളവില്ലാത്ത, കമാൻഡോസിന്റെ പിൻബലമില്ലാത്ത, റോഡുകളിൽ നടക്കുമ്പോ ഒരു സാധാരണ ചെരുപ്പും സാധാരണ ഷൂവും സാധാരണ ഫാനുമുണ്ട്. ഇടിയുടെ കസ്റ്റഡിയിരിക്കുന്നത് ചിത്രം സത്യത്തിൽ കണ്ട കരച്ചു. നിങ്ങൾ വേട്ടയാടിക്കോ, നിങ്ങൾ വേട്ടയാടി തീർക്കാൻ ശ്രമിച്ചോ. പക്ഷേ നിങ്ങൾ ഒരു കേജ്രിവാളിനെ പിടിച്ചകത്തിട്ടാൽ 1000 കേജ്രിവാൾമാർ ഈ ഭാരതത്തിൽ ഉയർന്നു വരും. സംശയമുണ്ടോ? 1000 കേജ്രിവാൾ ഉയർന്നു വരും. ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ കൂടുതൽ സംസാരിക്കുന്നത് പക്ഷെ ഇമോഷണൽ ആയി പോകും. ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ഒരു ശരത് റെഡ്ഡിയുടെയും ഒരു രാഘവ് റെഡ്ഡിയുടെയും മൊഴി വാങ്ങിച്ച് ഇന്ത്യ സഖ്യത്തിന് പിന്തുണ കൊടുക്കേണ്ട, രാജ്യമൊട്ടാകെ നിങ്ങൾ കള്ളനാണ്, നിങ്ങൾ അഴിമതിക്കാരനാണ്, നിങ്ങൾ ക്രൂരനാണ്, നിങ്ങൾ വർഗീയവാദിയാണെന്ന് പറയേണ്ട ഒരു മനുഷ്യനെ നിങ്ങൾ പിടിച്ച് ജയിലിട്ടു എന്ന് കരുതി നിങ്ങൾ ജയിക്കാൻ പോകുന്നില്ല മിസ്റ്റർ മോദി. നിങ്ങളും ഷായും കൂടെ ചേർത്തുണ്ടാക്കിയ ഈ ഭാരതത്തിന്റെ ഈ തട്ടിപ്പ് സംഘത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ജൂൺ 4-ാം തീയതി ഈ മതേതര രാജ്യത്തിന്റെ പാരമ്പര്യമുള്ള മഹത്തരമായ മനുഷ്യർ തൂത്തറവിക്കടലിൽ കളഞ്ഞ് ആ ചെങ്കോട്ടയിൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യൻ ഉണ്ടാക്കിയെടുത്ത, പട്ടേൽ ഉണ്ടാക്കിയെടുത്ത, അംബേദ്കർ ഉണ്ടാക്കിയെടുത്ത മഹത്തായ രാജ്യത്തിന്റെ പാരമ്പര്യം വീണ്ടും അവിടെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഇവിടെ ഇന്ത്യ സഖ്യമുണ്ട്. അതിൽ കോൺഗ്രസ് പാർട്ടിയുണ്ട്, അതിൽ കേജ്രിവാളിന്റെ പാർട്ടിയുണ്ട്, ഇന്ത്യ ആഗ്രഹിക്കുന്ന മതേതര കക്ഷികളെല്ലാം ഉണ്ട്. ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു ഭരണഘടന ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ചപ്പോ ചിലർ ഞങ്ങളെ കളിയാക്കുന്നുണ്ട്. BJP-ക്കാരൻ പറയുന്നത് എല്ലാവരും ഒരുമിച്ച് കൂടി. അവരെ കൂടി, ആ കൂടി എന്ന് പറയുന്നത് കാരണം ഇവിടെ ഒരു ജനാധിപത്യ ഭരണ സംവിധാനം ഉണ്ടാവും. ഇവിടെ അഴിമതിക്കപ്പുറത്തേക്ക് മനുഷ്യർ ജീവിക്കാൻ വേണ്ടി സഹോദരങ്ങളെ വെട്ടിക്കൊല്ലാതെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ, വസ്ത്രത്തിന്റെ കാര്യത്തിൽ, മതത്തിന്റെ കാര്യത്തിൽ വിഭജിച്ച് എന്തെങ്കിലും
പറഞ്ഞാൽ നീ രാജ്യം വിട്ടുപോകും, നീ പാകിസ്ഥാനിയാണ്, നീ രാജ്യം വിട്ടുപോകും എന്ന് പറയുന്ന നിന്റെയൊക്കെ കയ്യിൽ തന്നിരിക്കുന്ന ഈ രാജ്യദ്രോഹത്തിന്റെ കുപ്പായം ഉണ്ടല്ലോ, അത് കാവ്യത്തിന്റെ കുപ്പായമാണ്. കാരണം രാജ്യദ്രോഹികൾ നിങ്ങളാണ്. ഒറ്റ കാര്യം മാത്രം പറയാം. ഇന്നലെ പുതിയൊരു വാർത്ത വന്നു, കേജ്രിവാളിനെ രാജ്യദ്രോഹിയായി ചിത്രീകരിച്ചുകൊണ്ട്. എന്തായാലും രാജ്യദ്രോഹി ചിത്രീകരിച്ച കാര്യം എന്താ? അദ്ദേഹം ഖാലിസ്ഥാൻ തീവ്രവാദിയെ മോചിപ്പിക്കാൻ 133 കോടി രൂപ കൈക്കൂലി വാങ്ങിച്ചു. കേരളൊട്ടാകെ ചർച്ച ചെയ്തു തുടങ്ങി. ബിജെപിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ നിന്നും വന്നു. പക്ഷെ ഞാൻ ഓൺ ചെയ്യുന്നു, ഞാൻ പറയുന്നു, 2023 ഡൽഹിയിലെ നിങ്ങൾ ലഫ്റ്റനന്റ് ഗവർണർ സക്സേനയ്ക്ക് ബിജെപിയുടെ സ്പോക്സ്മാനും അദ്ദേഹത്തിന്റെ മകളും വിമൽ കുമാർ എന്ന് പറഞ്ഞ ബിജെപിയുടെ സ്പോക്സ്മാൻ കൊണ്ടുപോയി കത്ത് കൊടുത്തു. 171 കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായി, ഹ്യൂമാനിറ്റേറിയൻ കൺസെഷന്റെ ഭാഗമായി ഈ പറയുന്ന തീവ്രവാദിയെ വിട്ടയക്കണം. നിങ്ങളാണ് ഗൂഢാലോചന നടത്തിയത്, നിങ്ങളാണ് കാശ് വാങ്ങിച്ചത്, നിങ്ങളാണ് രാജ്യത്തെ ഒറ്റിക്കൊടുത്തത്, അല്ലാതെ കേജ്രിവാളല്ല. നിങ്ങൾ ഇതുവരെ തുടങ്ങിയിട്ടുണ്ട് രാജ്യദ്രോഹി. നിങ്ങൾ അങ്ങനെയാണല്ലോ. നിങ്ങൾ ആദ്യം കള്ളം പറയും, അഴിമതിക്കഥ പറയും, അവസാനം രാജ്യദ്രോഹ കുപ്പായത്തിലേക്ക്. നിങ്ങൾ പറയുന്ന രാജ്യദ്രോഹം ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണ്. കേജ്രിവാളിന് വേണ്ടി, ഇന്ത്യ സഖ്യത്തിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ മതേതര പാരമ്പര്യം ഉറപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ തരുന്ന രാജ്യദ്രോഹ പട്ടം ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കും. അങ്ങനെ നിങ്ങൾ രാജ്യദ്രോഹികളാണ് ഞങ്ങളെ പറഞ്ഞാൽ ഞങ്ങൾ പറയുന്നു, നിങ്ങൾ രാജ്യദ്രോഹ പട്ടം ഞങ്ങൾ സന്തോഷത്തോടെ ചേർത്ത് പിടിക്കും. ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ. എല്ലാവർക്കും ഈ സമയത്തിലേക്ക് വന്ന, മതേതര ഇന്ത്യയെ കാത്തു സൂക്ഷിക്കുന്ന സംവിധാനത്തിലേക്ക് വന്ന എന്റെ പ്രിയപ്പെട്ടവർക്ക്, ശ്രീ ശശി തരൂർ സാറിന്, അദ്ദേഹത്തോട് പറഞ്ഞു, നമ്മുടെ ഭീമാപ്പള്ളി റഷീദ് സാർ അവിടെയുണ്ട്, മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി, മുസ്ലിം ലീഗിന്റെ നേതാവ്, കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് അദ്ദേഹത്തെ ഇവിടേക്ക് പങ്കെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അയച്ചത്. ഈ സംവിധാനത്തിലേക്ക് വന്ന എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത്, നിങ്ങൾ പറയുന്നത് പോലെ സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ ചിറക്ക് വെച്ച് സ്വപ്നങ്ങൾക്ക് നിറം പകർന്ന പാർട്ടി സംവിധാനത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്നതിൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഇതിനോട് ചേർന്ന് നിൽക്കുന്നതിൽ അഭിമാനം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.